ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ച് നോക്കിയാലോ? ജ്വലിക്കുന്ന വചനാഗ്നി. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? എന്താ നമുക്ക് നോക്കിയാലോ? മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ ലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ സ്വയം പ്രകാശനമായ തിരുവചനത്തെ സംശയം കൂടാതെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ നെഞ്ചോട് ചേർക്കുകയും അതിൽ അടിയുറച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ യഥാർത്ഥ വിശ്വാസിയുമാണ്. ഒരുവൻ്റെ ഉള്ള് വെളിപ്പെടുത്തുന്ന മാധ്യമമാണ് വചനം. ഒരാളുടെ വ്യക്തിത്വം എത്ര ശ്രേഷ്ഠമാകുന്നുവോ അത്രത്തോളം ശക്തമായിരിക്കും അയാളുടെ വാക്കുകൾ. ഒരു വ്യക്തിയുടെ മനസ്സും ചിന്തകളും നവീകരിക്കപ്പെട്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ വചനധ്യാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വചനധ്യാനമെന്നാൽ വെറും ബൈബിൾ വായനയല്ല, സ്വന്തം ചിന്തകളുടെ വേലിക്കെട്ടിൽ തളച്ചിട്ടിരിക്കുന്ന മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് തുറന്നുവിടുകയാണ് വചനധ്യാനത്തിലൂടെ നാം ചെയ്യേണ്ടത്. ദൈവം ഉള്ളിൽ കടന്ന് വേണ്ട ചെത്തുപണികൾ ചെയ്യേണ്ടതിന് ഹൃദയത്തെ വചനത്തിനു മുമ്പിൽ തുറന്നു കൊടുക്കുന്ന അനുഭവമായത് മാറണം. എന്തെന്നാൽ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവിക സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടുകയും ദൈവഹിതം വെളിപ്പെടുകയും ചെയ്യും. മുനയും മൂർച്ചയുമുള്ള സ്വഭാവം മിനുസപ്പെടുകയും നഷ്ടപ്പെട്ട ദിശാബോധം വീണ്ടുകിട്ടുകയും ചെയ്യും. അങ്ങനെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്ന് ജെറമിയ പറയുന്നത് പോലെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ സമൃദ്ധമാകണം. ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവൻ രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുമെന്നും ആറ്റുതീരത്ത് നട്ട മരം പോലെ കൊടും വരൾച്ചയിലും അവൻ ഫലം പുറപ്പെടുവിക്കുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തനനിരമാകുന്നതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. വചനത്തെ തടസ്സപ്പെടുത്തി ആത്മാവിനെതിരായി നിൽക്കുന്ന ചില ഘടകങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റണം. ദൈവത്തോട് അനുരൂപപ്പെടാൻ അബ്രാഹാം ഉപേക്ഷിച്ച 3 കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിലും ദൈവസ്നേഹാനുഭവത്തെ പ്രതി നാം ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിലും നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. പാപചിന്തകളും ലൗകിക വ്യഗ്രതകളും മനുഷ്യ മനസ്സിൽ വേരുറപ്പിച്ചാൽ വചനവിത്തുകൾക്ക് വളർച്ച പ്രാപിക്കാനോ ഫലം പുറപ്പെടുവിക്കാനോ കഴിയുകയില്ല. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിലും നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു എന്ന സങ്കീർത്തകൻ്റെ ഉറച്ച നിലപാട് കർത്താവിനുള്ള ഹൃദയ അർച്ചനയായി നമുക്കും ഏറ്റുചൊല്ലാം. വചനാഗ്നിയിൽ പാകപ്പെട്ട് പുതിയൊരു സൃഷ്ടിയായി നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവവചനം ജീവിതത്തിലേക്ക് പകർത്തുന്നവർ ലോകത്തിലെ മറ്റെല്ലാ ഭാഗ്യവാന്മാർക്കും ഉപരിയാണെന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വചനം അനുസരിച്ച് പാകപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.